അപ്പൊ സ്ഥിരം ഒരു മദ്യപാനിയായിട്ട് നടക്കാനാണല്ലേ വീട് വിട്ടിറങ്ങിയത്? വല്ല കാര്യമുണ്ടോ ഇത്? എന്താ ചെയ്തോട്ടെ, അത് ചോദിച്ചു കേട്ടില്ലേ? ഞാൻ പിന്നെ എന്താ വേണത്? എന്റെ മനസ്സിൽ ചിലപ്പോ സമാധാനം കിട്ടാൻ ഞാനിപ്പം കുടിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പൊ വീട്ടിലേക്ക് ഇനി പോകുന്നില്ലെന്നാണോ? തൽക്കാലം ഇപ്പൊ പോകുന്നില്ല. ഇവിടെ തങ്ങാൻ സ്ഥലം ഉണ്ടല്ലോ. ഇനിയിപ്പോ പോകേണ്ട കാര്യം പിന്നെ തീരുമാനിക്കാം. രമേശ, എന്താ ഇതിന്റെ അവസാനം? ഞാൻ കടയിൽ പോയി സാധനം വാങ്ങാൻ പോകുന്ന സമയത്താണ് സേതുവണ്ണം പോയി കുടിച്ചിട്ട് വന്നത്. ഞാൻ എന്ത് ചെയ്യണോന്ന് പറ. വഴി വിട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ വന്ന നിന്നെ ഞാനായിരിക്കും കൊല്ലാൻ പോകുന്നു. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല സേതുട്ടാ. ഞാൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം. നീ ഇനിയിപ്പോ എന്ത് തീരുമാനം ഉണ്ടാക്കാനാ പോകുന്നു? അതപ്പ അറിഞ്ഞാ മതിയല്ലോ. അണ്ണാ, മായട്ടത്തി പറയുന്നതിലും കാര്യമുണ്ട്. നിങ്ങൾ രണ്ടാളും വീട്ടിൽ നിന്ന് പിണങ്ങി ഇവിടെ നിന്നാൽ ആൾക്കാർ വീട്ടുകാരെയല്ലേ പറയൂ. വീട്ടുകാരൊന്നും നീ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. കാണു ഭാവന, എന്നിട്ട് നീ തന്നെ ചോദിക്ക എന്താ സേതുവേട്ടന്റെ ഉദ്ദേശം എന്ന്. അപ്പൊ സേതുവേട്ടൻ ഇനിയും ഈ ദുശീലം മാറ്റില്ലെന്നാണോ? ഇതിപ്പോ ദുശീലമല്ലല്ലോ, ശീലമായിക്കൊണ്ടിരിക്കുകയല്ലേ. സേതുവേട്ടാ, സേതുവേട്ടൻ ഇങ്ങനെ കുടിച്ചു മതിച്ച് നടന്നോ? നമ്മുടെ വീട്ടിൽ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? എന്താ അറിയാനാ? എന്നാ പറയാം, ഇന്ന് രാവിലെ മുതല് ഭാനുനെ കാണാനില്ല. അവളവിടെ പോയാ അവളേതായാലും കൂട്ടുകാരുടെ അടുത്ത് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ അവളിപ്പോ ഒരുപാട് മാറിയില്ലേ? എന്നെ ഏതായാലും അവള് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? സേതുവേട്ടാ, നമ്മൾ ആരും കരുതുന്ന പോലെ അല്ല കാര്യങ്ങള്. ഏതോ രണ്ട് കൂട്ടുകാരികളാ ഭാനുവിനെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അയ്യോ, അതാരാ ഭാവനെ? എന്തിനാ ആരെങ്കിലും വന്ന് വിളിച്ചപ്പോൾ പോയത്? ഒരു കുട്ടി ഇപ്പൊ കൂടെ പഠിക്കുന്നതാണെന്നാ അമ്മയോട് പറഞ്ഞത്. ഭരത് ഭാനുവിനെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഞങ്ങളും ഭാനു പോവാൻ സാധ്യതയുള്ള എല്ലായിടത്തും തിരക്കിക്കൊണ്ടിരിക്കുക. എന്നാലും ഭാനു ഇതെവിടെ പോയാണ് പെങ്ങളെ? ആർക്കും ഒരു പിടിയുമില്ല. ആന്റിയും മറ്റുള്ളവരും ആകെ തകർന്നിരിക്കുക. സേതുട്ടാ, എന്താ ഇത്? ഭാനുവിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു ചൂടില്ലാത്ത? അതിന് ഇനി ഉള്ളിൽ കിടക്കുന്ന വിഷം പുറത്തു പോകണം അയച്ചി. ഇത് വിഷമൊന്നുമല്ല സൂര്യ, ഔഷധം. എല്ലാം മറക്കാനുള്ള എന്റെ ഔഷധം. സേതുട്ടനപ്പം നശിക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഞാൻ വിനയനോട് അഡ്വാൻസ് കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചു പെങ്ങളെ. പക്ഷെ അയാൾ അത് വേറെ ആവശ്യത്തിന് മറിച്ചു എന്ന് പറഞ്ഞു. ആ വീടിന് വേറെ ആരോ വന്ന് നിൽപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ, അയാൾക്ക് കൊടുത്തിട്ട് ആ അഡ്വാൻസ് വാങ്ങി സേതുട്ടൻ തിരിച്ചു കൊടുത്താ പോരെ? ആ പാർട്ടി വേറെ വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്ന്. ശരിയാ. ആവശ്യം വരുമ്പോ എല്ലാ വാതിലും കൂടി ഒരുമിച്ചടയും. മായച്ചിയും കൂടെ ഇവിടെ നിൽക്കുന്നുണ്ടോ സേതുട്ടൻ വീട്ടിലേക്ക് വരാൻ മടിക്കുന്നത്? ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇതാവില്ല ഭാവന. ഇപ്പോ സംസാരിക്കാനുള്ള ബോധമെങ്കിലും ഉണ്ട്. സേതുട്ടാ, ഇങ്ങനെ സ്വയം നശിച്ചാലൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. ഈ ശീലമൊക്കെ കളഞ്ഞിട്ട് നന്നാവാനുള്ള വഴി നോക്ക്. ഭാവന, താ വന്നേ. സേതുവേട്ടൻ ആലോചിച്ച് ചെയ്യട്ടെ. സേതുവേട്ടാ, ഇനി ഇക്കാര്യം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വരില്ല. എന്താന്ന് വെച്ചാ അങ്ങോട്ട് ചെയ്യ്. മായച്ചി, രമേശേട്ടൻ ഞങ്ങൾ ഇറങ്ങാം. മാറിപ്പോട്ട്. ഇതെന്തോ നന്നാ